ഓരോ ദിവസവും ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. അതിനനുസരിച്ചുള്ള ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് അത് നമ്മളുടെ ഹിസ്റ്ററിയിലേക്ക് മാറ്റപ്പെടും. ഹിസ്റ്ററി ആവാം, ഓർമ്മകളാവാം, മെമ്മറീസ് ആയിട്ട് മാറുന്നു. അത് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, പലപ്പോഴും ഒരു ടീം ബിൽഡിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സെൽഫ്ലെസ്നെസ് ആണ് എന്ന് നമ്മൾ പറയും. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ച് സെൽഫിഷ് കൂടി ആവും. പക്ഷെ ഒരു ടീം ഗോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോളും ഉണ്ടാവില്ല, ടീമിന്റെ ഗോളും ഉണ്ടാവില്ല. ബീങ് സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗോളിനേക്കാൾ മേളിൽ ടീം ഗോൾ വരിക എന്നുള്ളതാണ് അതിനർത്ഥം. പലപ്പോഴും നമുക്ക് തോന്നുമോ നമ്മളുടെ അച്ചീവ്മെന്റ് അല്ലല്ലോ എന്ന് തോന്നിയാൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ ടീം പ്ലെയർ അല്ലാതായിരുന്നു. സെയിം ടൈം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സെൽഫിഷ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ സെൽഫ്ലെസ്സും ആവുന്നു എന്ന് പറഞ്ഞാൽ ടീം ഗോൾ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഗോളിനേക്കാൾ മേളിൽ ടീം ഗോളിന് വാല്യൂ കൊടുക്കുക. നിങ്ങളൊരു ടീമിന്റെ പാർട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഒരു ടീം ഉണ്ടാവും, മറന്നുപോകും. നമ്മൾ എങ്ങനെ ആയിരിക്കുമോ അതുപോലെ ഇരിക്കും നമ്മളുടെ ടീം. ഈ ടീമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല അതിന്റെ ലോജിക്ക് എന്താണ്, അതിന്റെ ഡിവൈനിറ്റി എന്താണെന്നുള്ള കുറിച്ചൊരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ടീം. നിങ്ങളൊരു ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടുന്ന ടീമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീമിന്റെ പാർട്ടായിരിക്കുന്ന സമയത്ത് അതിന്റെ ഹെഡിനെ കുറിച്ചിട്ട് ആ ആള് നിങ്ങളോട് എങ്ങനെ പെരുമാറണം, അയാളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം, അയാളെ കുറിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരുടെ എങ്ങനെ പറയണം, നിങ്ങൾ എന്ത് ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ ഒരു ടീം അംഗവും നിങ്ങളെ കുറിച്ച് ചെയ്യും. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീമിലെ ഹെഡായിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇകഴ്ത്തി പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ടീം അംഗം, നിങ്ങൾ ഹെഡ് ചെയ്യുന്ന നിങ്ങളുടെ ടീം അംഗം നിങ്ങളെ കുറിച്ച് ഇതുപോലെ തന്നെ പറയും. ഇന്നുവരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് സംഭവിക്കും. നിങ്ങൾ ഏത് ടീമിൽ വേണേ നോക്കിക്കോ, ഇത് സംഭവിക്കുന്നുണ്ടാവും. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി എന്താന്ന് വെച്ചാൽ, നിങ്ങള് ഒരു ടീം ലീഡായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രം നിങ്ങൾ പറയും, ഇഷ്ടപ്പെടാത്ത കാര്യം പറയാതിരിക്കും. തിരിച്ച് നിങ്ങളുടെ ടീം ഹെഡ് നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾ പറയാതിരിക്കും. പറയുമ്പോൾ വളരെ രസകരവും സുഖകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഒരു ദിവസത്തെ മൂഡ് അനുസരിച്ചിട്ട് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ടീംമേറ്റ്സിനായിട്ട് ചിലപ്പോൾ പെരുമാറും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികാരമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ടീംമേറ്റ്സിനായിട്ട് അത്ര സുഖകരമല്ലാതെ പെരുമാറും. സെയിം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഓർത്തോണം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഒരു സക്സസ്ഫുൾ ഗ്രൂപ്പിനകത്ത് കൊളാബറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോയൽറ്റി ആണ് ഒരു ഗ്രൂപ്പിന്റെ അച്ചീവ്മെന്റിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത്. മറന്നുപോയി. There is no I in a team. ഗ്രൂപ്പിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു ടീമിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് there is no I in team. ഞാൻ വലിയ പ്രാധാന്യമൊന്നുമില്ല. ടീമിനകത്ത് ഞാൻ അത്ര പ്രധാനപ്പെട്ട വ്യക്തിയൊന്നുമല്ല. ഓർത്തോണം, ഓരോ മെമ്പറും ഈക്വൽ ആയിട്ട് കോമൺ ഗോളിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അവിടെ അച്ചീവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ വന്നാൽ ഈ ടീമിലുള്ള മുഴുവൻ ആൾക്കാർക്കും അതേ ഫീൽ വരും എന്നുള്ള ഓർത്തോണം. ഈ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് എല്ലാവരുമാണ് സക്സസ്ഫുൾ ആകുന്നത്, ഒറ്റക്കല്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. നിങ്ങൾ ഒറ്റക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടീം വർക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്റർഡിപെൻഡൻസ് ആണ്, ഇൻഡിപെൻഡൻസ് അല്ല. പലപ്പോഴും കുറച്ച് ഇൻഡിപെൻഡൻസ് കുറവൊക്കെ നിങ്ങൾക്ക് തോന്നും. ഒരു ടീം വർക്കിനകത്ത്
നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. ട്രസ്റ്റ്, കോർപ്പറേഷൻ അത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ടീം വർക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഒരു സക്സസ് ഉണ്ടായാല് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രെഡിറ്റ് ഷെയർ ചെയ്യാൻ റെഡിയാവും. നിങ്ങളിപ്പോ ടീം ലീഡായിരിക്കും, ടീമിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആൾ നിങ്ങളായിരിക്കും. ഈ സക്സസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് മുഴുവൻ എന്റെ സക്സസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമുകൾക്ക് നിങ്ങളുടെ അടുത്ത് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരു ലോയൽറ്റി ഉള്ള ടീം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ചസ് വരുന്ന സമയത്ത് അതങ്ങ് ഏറ്റെടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ആണെങ്കിൽ, എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് അത് ഷെയർ ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ആണെങ്കിൽ, നിങ്ങൾ അറിയാതെ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാലും നിങ്ങളുടെ ടീമംഗങ്ങൾ അത് പാച്ചപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ തന്നെ ആൾക്കാർ പലതും, ടീംമേറ്റ്സുകൾ പലതും ഓഫർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരാളെ ഒരു കോൺട്രിബ്യൂഷൻ നടക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. വെറുതെ അയാളെ വിളിച്ചിട്ട് അയാളോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഓ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ഇതിന് പ്രാധാന്യം ഉണ്ടായത് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ടീം പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ മോറൽ വീക്ക് ആവും, ടീമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എത്രയായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഈ ടീം വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ടീമിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഈഗോ കൊണ്ട് ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്, ഒരു ആവശ്യമില്ലാത്ത ഈഗോയ്ക്ക് ആൾക്കാർക്ക് അതിന് എല്ലാത്തിനേക്കാൾ മേളിൽ കൊണ്ട് ഈഗോ കൊണ്ട് വെക്കുന്ന സമയത്ത് പറയുന്നുണ്ടാവും എനിക്ക് ഈഗോ ഇല്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ളത്. അതാദ്യം നമ്മൾ സ്വന്തമായിട്ട് ഒരു ടീമിനകത്ത് പറ്റുന്ന ഒരാളാണോ നമ്മളെന്നുള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. ഒരു ടീമിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടീമിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നിങ്ങളിപ്പോ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെ നിങ്ങളോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ടീമംഗം എന്ന് നിങ്ങൾ കരുതുന്ന ഒരാളോട് നിങ്ങളുടെ ടീമിലുള്ള ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞാൽ, അല്ലെ നിങ്ങളുടെ ഒരു ഇഷ്ടക്കേട് പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, അവിടെ വെച്ചിട്ട് അയാൾ നിങ്ങളുമായിട്ടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയും. കാരണം അയാൾക്ക് കിട്ടുന്ന ഒരു ഫീല്, ഓ ഇയാള് ഇത്രയുണ്ട്. ഇത് പലരും തിരിച്ചറിയുന്നുള്ളൂ. പല നല്ല ലീഡർഷിപ്പിലുള്ള ആൾക്കാരും അവരുടെ മറ്റുള്ള ആൾക്കാരുള്ള വിശ്വാസം നശിപ്പിക്കുന്ന ഇത്തരത്തിലാണ്. ഒരിക്കലും പൊളിറ്റിക്സ് ഒരു ടീം ബിൽഡിങ്ങിൽ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫെയർനെസ്സും ട്രാൻസ്പെറൻസിയും ആണെന്നുള്ള തിരിച്ചറിയുക. നിങ്ങളൊരു നല്ല ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഫെയർനെസ്സും ട്രാൻസ്പെറൻസിയും കീപ്പ് ചെയ്യാം. മറ്റുള്ള ആൾക്കാർ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ അത് ചെയ്യുന്നു, അതൊക്കെ വിട്ടേക്കുക. കാരണം ഇവരെല്ലാവരും ശരിയാക്കാൻ വേണ്ടി പോരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബേസിക്കും, ആ ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. ഒരാൾക്കും നിങ്ങൾ ഒരു കാര്യം ഓർത്തണം, നിങ്ങളെ വന്നിട്ട് വേറൊരാൾക്ക് നന്നാക്കാനൊന്നും പറ്റും, അത് അയാൾ സ്വയം വിചാരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരാളെ നന്നാക്കാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ട ചില ഇൻപുട്സുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും, ചില ഫീഡ്ബാക്കുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണോ ഇല്ല എന്നുള്ള തീരുമാനിക്കാൻ ആ വ്യക്തി മാത്രമായിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുക. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഒരാൾക്ക് നമ്മളെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മോട്ടിവേറ്റഡ് ആവണോ വേണ്ടെന്നുള്ള നമ്മുടെ തീരുമാനം. നിങ്ങൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അയാൾ മോട്ടിവേറ്റഡ് ആവണോ ഇല്ല എന്നുള്ള അയാൾക്ക് തീരുമാനിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേണേൽ അയാളെ മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യും. ഒരു ടീമിന്റെ നല്ല സ്ട്രെങ്തിന് ഏറ്റവും നല്ലത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യും. ഒരു കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും, ഒരു കൾച്ചർ ഓഫ് ട്രസ്റ്റ്. കോമ്പറ്റീഷൻ ആവുന്നു, ടീമംഗങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആവും. അല്ലാണ്ട് ടീമംഗങ്ങൾ പരസ്പരം മത്സരിച്ചാൽ, അച്ചീവ്മെന്റ് വേണ്ടി മത്സരിച്ചാൽ ഒന്നും സംഭവിക്കുന്നുണ്ടാകില്ല. ലോയൽറ്റി ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോ നമ്മുടെ ടീമിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ചില സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഗോളിനും അപ്പുറത്തേക്ക് ടീം ഗോളിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഒരു ചലഞ്ചസ് വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മളൊരു ചലഞ്ചസ് വരുന്ന സമയത്തും കോമൺ ഗോളിന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ടീംമേറ്റ്സിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കും. നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രമാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ
ഇപ്പൊ ഗ്രൂപ്പ് ഒരു ഡിസിഷൻ എടുക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഗ്രൂപ്പ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് ആ ടീമിലേക്ക് വരുന്നത്. നമ്മൾ റിലയബിൾ ആവും, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ കമ്മിറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും. ഏതെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു ടീമിന്റെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ ഒരു ടീമിന്റെ പാർട്ടായിരിക്കും. ഇത് ഞാൻ ഈ പറഞ്ഞ സാധനം ഫാമിലിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ടീമിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്, എല്ലാ സ്ഥലത്തും. ഈവൻ ഫുട്ബോൾ ഗെയിമിൽ വരെ അപ്ലൈ ചെയ്യാവുന്ന അതേ പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ഇത് വർക്ക് ചെയ്യും. ഇന്റർ ഡിപ്പെൻഡൻസിന് വാല്യൂ ചെയ്യും. ഇൻഡിപെൻഡൻസിനേക്ക് മേളില് ഇന്റർ ഡിപ്പെൻഡൻസിന് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുള്ളത് തിരിച്ചറിയും. അപ്പൊ നമ്മളുടെ ഈ കമ്പൈൻ സ്ട്രെങ്ത് നമ്മുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യും. നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. കമ്പൈൻ സ്ട്രെങ്ത് വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും. നിങ്ങൾക്കുള്ള നോളജ് ഷെയർ ചെയ്യും, അതിനുള്ള സ്പേസ് ഉണ്ടാവും. ഇപ്പം ഏറ്റവും മുകളിലുള്ള ഒരാള് ഒരു കാര്യം പറയുന്ന സമയത്ത് പറയാം, അതൊക്കെ ഇങ്ങനെയാണ്, അതിനെ റൂൾ ചെയ്യുന്ന രീതി, റൂൾ ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഒരാൾക്കും ഗ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല സ്കില്ലുള്ള ഒരാളാണ്, നിങ്ങൾ എന്ത് കാര്യവും കുറച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലുള്ള ഒരാൾക്കും ഗ്രോ ചെയ്യാൻ പറ്റും. ഒരു നല്ല ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീം അംഗങ്ങളിലെ എല്ലാ ആൾക്കാരെ കൊണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യിക്കുന്ന ആൾക്കാർ. നമ്മൾ പെർഫോം ചെയ്യുന്ന അല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ചെയ്യുന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് കൂടുതൽ പെർഫോം ചെയ്യിക്കാൻ പറ്റണം. നമ്മൾ നമ്മളുടെ നോളജും എക്സ്പീരിയൻസും ഷെയർ ചെയ്യണം. ഒരു നെറ്റ്വർക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടാവും. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത് മ്യൂച്വൽ സപ്പോർട്ടിലാണ്. അങ്ങനെ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൾച്ചറായിട്ട് മാറും. നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ആ ടീമിനകത്തൊരു കൾച്ചർ ഉണ്ടാവും. നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യും. അത് വളരെ ഈസിയാണ്, അവർക്കത് ഇഷ്ടവുമാണ്. നിങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് അസ്വസ്ഥത വരുന്നുണ്ട്. ബെറ്റർ നിങ്ങൾ മറ്റുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യുക. എപ്പോഴും അത് സംഭവിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു ടീംമേറ്റ്സിനായിട്ട് നിങ്ങൾക്ക് വഴക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല, അയാളോട് പറയാതെ പറ്റില്ല. അമ്മാതിരി കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം, അത് പേഴ്സണലി ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ആയിരിക്കും. ഇത് പലപ്പോഴും തിരിച്ച് സംഭവിക്കും. അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതും കഴിഞ്ഞിട്ട് അയാൾ ടീമിന് വേണ്ടി, ടീം ഗോളിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല എന്ന് തിരിച്ചറിയും. നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കാരണം ഓഫീസർ കുടിച്ചിട്ട് തിരിച്ച് അതിൻ്റെ അകത്ത് കൊഴിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്ന കണ്ടില്ല. തമാശയാണ്. ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുമെന്ന് മനസ്സിലാവും. ഇതെല്ലാ സ്ഥലത്തും സംഭവിക്കും. നിങ്ങൾ പബ്ലിക്കായിട്ട് ഒരാളെ വല്ലാണ്ട് ശകാരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ ടീം ഗോളിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല എന്നുള്ള തിരിച്ചറിയും. നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? എവിടെയെങ്കിലും ഒരു ടീം മെമ്പർ ഷൈൻ ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ടീമാണ് വിൻ ചെയ്യുന്നത്, അയാൾ മാത്രമല്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ സമയം താമസിച്ചാൽ പോലും അത് കിട്ടുമെന്നുള്ള നമ്മൾ തിരിച്ചറിയുക. ടീം എപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള തിരിച്ചറിയണം. മറ്റുള്ളവരുടെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരു ടീമിനുള്ളിൽ ഒരു സക്സസ് ഉണ്ടാകുന്നു, അതായത് കോമൺ ഗോൾ അനൗൺസ് ചെയ്ത് പോകുന്ന ഒരു ടീമിനാണ് ഇതൊക്കെ വരിക. എൻകറേജ്, അപ്ലിഫ്റ്റ്, ഇൻസ്പയർ നമ്മുടെ കൊളീഗ്സിനെ. ഇതാണ് നമ്മുടെ ജോലിയും തിരിച്ചറിയും. നിങ്ങളൊരു നല്ല ടീംമേറ്റ്സ് ആകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലൊരു ടീം ലീഡർ ആകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിനുള്ള പരിപാടി. അവരെ മേളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, എൻകറേജ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും മറന്നു പോരുന്നു. കാരണം ഇത് കുറച്ച് സമയത്തേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു, ടീം ഇത്തിരി നന്നായിട്ട് പോകുന്ന സമയത്ത് ഏത് സമയത്താണ് നമ്മൾ വിജിലന്റ് ആകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വളരെ ഡള്ളായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വിജിലന്റ് ആവണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. കാരണം കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ ബേസിക്സ് ഒക്കെ മറന്നുപോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലാത്ത സമയം വരും. വളരെ ടഫായിട്ട് പോകുന്ന സമയം വരുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ സിറ്റുവേഷനെ കുറ്റപ്പെടുത്തുക,
അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷനെ കുറ്റപ്പെടുത്തുക. ഇതിനൊക്കെ പകരം എന്റെ ടീമും ഒരുമിച്ച് നിന്നുണ്ട് അത് ഓവർകം ചെയ്യേണ്ട സമയമാണെന്നുള്ള തിരിച്ചറിയും. ആൾക്കാരൊക്കെ വ്യക്തികൾ അവരവരുടെ ലൈഫിൽ ഇഷ്ടംപോലെ ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പം ഫാമിലിയിൽ അവർക്ക് ചലഞ്ചസ് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ചലഞ്ചസ് ഉണ്ടാവും. ഈ ചലഞ്ചസ് എല്ലാമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടീം ഗോളിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അവരത് അഫക്റ്റ് ചെയ്യാതെ അവർ അതിൽ നിന്ന് എടുത്തിട്ട് ടീം ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലി. അതാണ് നല്ലൊരു ലീഡർ ചെയ്യേണ്ടത്. ഈ സബോർഡിനേറ്റ് റോള് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഞാൻ ലീഡറാണ്, എന്നെ എല്ലാവരും ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്യുള്ളൂ. ഞാനെല്ലാം തികഞ്ഞ ഒരാളാണ്, എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരണ്ട, ഞാൻ ഭയങ്കര സ്വയംഭൂവാണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഫോളോ ഇല്ല എന്ന് ഓർത്തോളൂ. നിങ്ങളെ ചിലപ്പോൾ അവർ ഫോളോ ചെയ്യും, വേറെ നിർവാഹം ഇല്ലാത്തത്. മറിച്ച് നിങ്ങളും സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ വേണമെങ്കിൽ അവർക്ക് എതിർക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളെ അയാൾ എതിർക്കുന്നുണ്ടാവും. ടീമിനകത്ത് എപ്പോഴും ഓർത്തോ, ഇത് പക്ഷെ നിങ്ങളുടെ ജോലിയുടെ സ്ഥിരത കൊണ്ടും ജോലിയുടെ റോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചില സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എവിടെയും ടീം പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നറിൽ നിന്നുള്ള ഒരു അവരുടെ ഒരു എന്തുവാ പെർമിഷൻ കിട്ടണം. ഇപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ടീമൊന്നും വലിയ സക്സസ് ഒന്നും ഉണ്ടാക്കില്ല. ആവറേജ് ചിലപ്പോൾ ടാർഗറ്റ് ഒക്കെ മീറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. എക്സലൻസിലേക്ക് പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ. മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള ഗൈഡൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്സെപ്റ്റ് ഗൈഡൻസ് ഫ്രം അതേഴ്സ്. ഇത് പലപ്പോഴും ആൾക്കാർ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ കുറെ നാളായിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ നിങ്ങളത് എടുത്തു നോക്കുക, അപ്പൊ വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് സാവധാന നിഷേധികൾ എന്ന് പറയും. അത് എനിക്ക് എന്റെ ടീം ലീഡർ എനിക്ക് തന്നിട്ടുള്ള ഒരു വാക്കാണ്, സാവധാന നിഷേധി. എന്തോ സാവധാന നിഷേധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർ വലിയ ചലഞ്ചിങ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ടീം ലീഡർക്ക് മനസ്സിലാവില്ല, ടീംമേറ്റ്സിന് മനസ്സിലാവില്ല ഇയാൾ ആരാണ്, എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അത് സാവധാന നിഷേധി ആവാതിരിക്കുക. ഈ ഹ്യൂമിലിറ്റി കോർപ്പറേഷനോട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക നമ്മുടെ ടീമുമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിഷൻ ഉണ്ട്, സപ്പോർട്ട് ദ വിഷൻ. കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ പോയിട്ട് അതിനെ കൺട്രോൾ ചെയ്യും, എല്ലാ കാര്യവും നമ്മുടെ കൺട്രോളിൽ വരണം എന്ന ലെവലിലേക്ക് പോകുമ്പോൾ ഒരു ടീം ഗ്രൂപ്പായിട്ട് മാറും. ഫ്രീഡം അനുവദിക്കണം. ഫ്രീഡം മീൻസ് ഡിസിപ്ലിൻ ഇല്ലായ്മയല്ല. ഒരാൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നടന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയും. അയാൾക്കതിനുള്ള ഫ്രീഡം കൊടുക്കും. ഫ്രീഡം കൊടുത്താൽ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് അതിന്റെ പുറകെ നടന്നിട്ട് അയാൾക്ക് ചെയ്യാൻ മേലാത്ത പരുവത്തില് നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, റിവാർഡ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ശരിയായ രീതിയിലാണ്, അത് വന്നു ചേരും എന്നുള്ളത് തിരിച്ചറിയും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് നമ്മുടെ ഈ ടൈമിനുള്ളിൽ തീർക്കാനൊന്നും പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അവരറിയാതെ സിൻസിയർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഭയങ്കര വലുതായിരിക്കും.